പ്രവാസിയായിട്ടുള്ള ഒരാൾക്ക്, നോൺ റെസിഡന്റ് ഇന്ത്യൻ ആയിട്ടുള്ള ഒരാൾക്ക് തുടങ്ങാൻ പറ്റുന്ന FCNR അക്കൗണ്ടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. NRIകൾക്ക് മാത്രമല്ല, PIO സ്റ്റാറ്റസ് ഉള്ള, OIC സ്റ്റാറ്റസ് ഉള്ള ഇന്ത്യക്കാർക്കും തുടങ്ങാൻ പറ്റുന്ന മികച്ച ഒരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ് FCNR, ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ഡെപ്പോസിറ്റുകൾ. NRI, NRO അക്കൗണ്ടുകളെ പോലെ ഇതൊരു സേവിങ്സ് അക്കൗണ്ട് അല്ല, ഇതൊരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ്. അതേക്കുറിച്ച് ഇന്നറിയാം വിശദമായി തന്നെ. FCNR എന്നാൽ ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് അക്കൗണ്ട് എന്നാണ്. NRI, NRO അക്കൗണ്ടുകളിൽ നിന്ന് വിഭിന്നമായി ഇതൊരു സേവിങ്സ് അക്കൗണ്ട് അല്ല, ഇതൊരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ആണ്. സാധാരണഗതിയിൽ 1 വർഷം മുതൽ 5 വർഷം വരെയാണ് ഈ FCNR അക്കൗണ്ടിൽ നിങ്ങൾക്ക് പണം നിക്ഷേപിക്കാൻ പറ്റുക. NRI, NRO അക്കൗണ്ടുകളിൽ നിന്നും എങ്ങനെയാണ് FCNR അക്കൗണ്ടുകൾ വ്യത്യസ്തമാകുന്നത് എന്നുള്ളൊരു കാര്യം ആദ്യം അറിയേണ്ടതുണ്ട്. NRI, NRO അക്കൗണ്ടിലൊക്കെ നമ്മൾ പണം ഇന്ത്യൻ രൂപയിലാണ് സാധാരണ സേവ് ചെയ്യാറുള്ളതെങ്കിൽ FCNR അക്കൗണ്ടിൽ അങ്ങനെയല്ല, വിദേശ കറൻസികളിൽ തന്നെ ഇന്ത്യൻ ബാങ്കുകളിൽ നമുക്ക് പണം സൂക്ഷിക്കാം എന്നുള്ളതാണ്. വിദേശത്ത് നിന്ന് നമ്മൾ പണം അയക്കുമ്പോൾ നമുക്കിപ്പോൾ അമേരിക്കൻ ഡോളറിൽ പണം സൂക്ഷിക്കണം, പൗണ്ട് സ്റ്റെർലിംഗ്, കനേഡിയൻ ഡോളർ, സിംഗപ്പൂർ ഡോളർ, ഓസ്ട്രേലിയൻ ഡോളർ, അങ്ങനെ വിവിധ കറൻസികളിൽ ഇന്ത്യൻ ബാങ്കുകളിൽ പണം സൂക്ഷിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് അതേ രീതിയിൽ തന്നെ ഇന്ത്യൻ ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി ഈ പണം സൂക്ഷിക്കാവുന്നതാണ്. ഇതിപ്പോ ഇത്ര സങ്കീർണമാക്കേണ്ട കാര്യമുണ്ടോ? വേണമെങ്കിൽ NRI അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചതിന് ശേഷം വിദേശത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫോറിൻ കറൻസിയിൽ തന്നെ നമുക്ക് റിപ്പാട്രിയേറ്റ് ചെയ്യാവുന്നതല്ലേ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ തീർച്ചയായിട്ടും FCNR അക്കൗണ്ട് എടുക്കുന്നവർക്ക് അതിനുള്ള ഉത്തരവുണ്ട്. ഇപ്പോ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാള് NRI അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്, അയാൾക്ക് വിദേശത്തേക്ക് ഈ പണം തിരികെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരിധികളില്ലാതെ നമ്മുടെ NRI അക്കൗണ്ടിൽ നിന്നും പണം റിപ്പാട്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ ഇങ്ങനെ റിപ്പാട്രിയേറ്റ് ചെയ്യുമ്പോൾ സാധാരണ ഈ കൺവേർഷൻ റേറ്റുകൾ അടക്കം പലപ്പോഴും കറൻസികൾക്ക് മേൽ ഈടാക്കാറുണ്ട്, അത് നഷ്ടമാകാറുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. FCNR അക്കൗണ്ടിലാണ്, വിദേശ കറൻസികളിൽ തന്നെയാണ് ഇന്ത്യൻ ബാങ്കുകളിൽ നിങ്ങൾ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ പണം തിരിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ കൺവേർഷൻ റേറ്റുകളടക്കം പല കാര്യങ്ങളും ബാധകമാവുന്നില്ല, അങ്ങനെ പണം നഷ്ടമാകില്ല എന്നുള്ള ഒരു കാര്യമാണ് പ്രധാനമായും എടുത്തു പറയാനുള്ളത്. 1 വർഷം മുതൽ 5 വർഷം വരെ നമ്മളൊരു FCNR അക്കൗണ്ടിൽ നമ്മുടെ പണം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിനിടയിൽ പെട്ടെന്നൊരു ആവശ്യം വന്നു, നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി ആളുകൾക്ക് ഉണ്ടാവാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാകും. സാധാരണഗതിയിൽ കറൻസികൾ അനുസരിച്ച് $1000 മുതൽ $2000 വരെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കുകളിൽ ഒരു FCNR ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പ്രധാനപ്പെട്ട ബാങ്കുകൾക്ക് അവർ ചൂസ് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട കറൻസികളിലായിരിക്കും FCNR അക്കൗണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യാൻ അനുവദിക്കുക. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഏത് അക്കൗണ്ട് എടുക്കുമ്പോഴും നമ്മുടെ പർപ്പസ്, നമ്മുടെ ആവശ്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ NRI അക്കൗണ്ട് എടുക്കുന്ന ഒരാൾ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുക? അയാൾക്ക് വിദേശത്തും ഇന്ത്യയിലും പണം കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയുണ്ടെങ്കിൽ അയാൾ സ്വാഭാവികമായും NRI അക്കൗണ്ട് ചൂസ് ചെയ്യും. പ്രവാസി സ്റ്റാറ്റസ് ഉള്ള ഒരാൾക്ക് ഇന്ത്യയിൽ നിന്നും വരുമാനമുണ്ട്, അത് ഇന്ത്യൻ ബാങ്കുകളിൽ നിക്ഷേപിക്കണം, വിദേശത്ത് നിന്നും വരുമാനമുണ്ട്, അങ്ങനെയുള്ള ആളുകൾ സാധാരണഗതിയിൽ NRO അക്കൗണ്ട് ആണ് ചൂസ് ചെയ്യുക. ചിലർക്ക് NRI അക്കൗണ്ടും NRO അക്കൗണ്ടും അറ്റ് എ ടൈം ഉണ്ടാകും. എന്നാൽ FCNR അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളും ചൂസ് ചെയ്യുന്നത് വിദേശത്ത് നിന്ന് നമ്മൾ പണം ഏൺ ചെയ്യുന്നുണ്ട്, അത് വിദേശത്ത് തന്നെ നമുക്ക് ചെലവഴിക്കേണ്ടതായി വരാറുണ്ട് കൂടുതൽ ഭാഗവും. അങ്ങനെയുള്ള ആളുകളൊക്കെ പലപ്പോഴും FCNR അക്കൗണ്ടുകളുടെ സുരക്ഷിതത്വം തേടാറുണ്ട്. എന്നാൽ പിന്നെ അത് വിദേശത്തെ ബാങ്കുകളിൽ തന്നെ ഇട്ടുകൂടെ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ടാവും. ഇന്ത്യൻ ബാങ്കുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഉയർന്ന പലിശ ടാക്സബിൾ അല്ല, ഇതുമില്ലേ ബെനിഫിറ്റുകൾ എന്നുള്ളൊരു കാര്യം, വിവിധ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ നിക്ഷേപകനെ ഇത് സഹായിക്കുന്നു എന്നുള്ളതും മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ വിദേശ കറൻസികളിൽ ബാങ്കുകളിൽ നമുക്ക് പണം സൂക്ഷിക്കാം എന്നുള്ളതും ഒക്കെ FCNR നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ താല്പര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പൊ പ്രധാനമായും ആവശ്യമറിഞ്ഞ്, പർപ്പസ് അറിഞ്ഞുകൊണ്ട് തന്നെ നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുക. NRI, NRO, FCNR നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട വ്യത്യാസങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക, മികച്ച നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുക.